ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ലിറ്റ്യൂസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഇന്ന് എൻ്റെ കസിൻ്റെ ഹൗസ് വാമിങ് പാർട്ടിയാണ്. അപ്പോൾ അതിനുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ സെറ്റാഫീലിൻ്റെ ക്രീമാണ്. ഞാൻ വീഡിയോ കട്ട് ചെയ്താണ് ഈ ക്രീംസൊക്കെ അപ്ലൈ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തപ്പോൾ വീഡിയോ 12 മിനിറ്റ്സ് എങ്ങാനും ഉണ്ടായിട്ട് അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചെറിയ വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കട്ട് ചെയ്ത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു മെഡിസിൻ പോലത്തെ ലോഷനാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിൻ്റെ ഇവിടെയൊക്കെ കുറേ കുരുകൾ വരുന്നുണ്ട്. ദിവസം പുറത്ത് വെക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി വരുന്നുണ്ട്. ഞാൻ ജനാല തുറന്നിട്ടതാണ് ലൈറ്റിന് വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ നാട്ടിലാണ്. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞു. ടൈമിങ് അധികമില്ല. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഞാൻ എഴുതിയിട്ട് വരാം. അങ്ങനെ ഞാൻ ഐലൈനർ എഴുതിയിട്ടുണ്ട്. എനിക്ക് അധികം ടൈമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻസ്, എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കൾക്കൊക്കെ റെഡി ആവാനുണ്ട്. എനിക്ക് അധികം ടൈമില്ല. ഞാൻ പെയർ ചെയ്യുന്ന ഷർട്ട് എടുത്തിട്ട് ഞാൻ ഈ ഒരു ക്യൂട്ട് ഷർട്ടിൻ്റെ കൂടെ ഒരു ലൈൻസുള്ള പാൻറ്റാണ് ഇടുന്നത്. ഇതാണ് ഇടുന്നത്. ഈ ഷർട്ടിൻ്റെ കൂടെ നമുക്ക് മേക്കപ്പ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് എൻവൈബൻ്റെ സ്ട്രോബ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത്. കുറച്ച് ആഡ് ചെയ്ത് നോക്കാം. എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നത്. സ്ട്രോബ് ക്രീം കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇച്ചിരി ലിപ് ബാം എൻ്റെ ലിപ്സിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ട് ഒരു വൈറ്റ് കളർ വരുന്നുണ്ട്. അത് കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്ക് ഇടാം. കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഗൈസിന് മുടി കെട്ടണം. അപ്പോൾ ഗൈസ്, ഞാൻ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഫുള്ള് റഷാണ്. ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഗൈസ്, മേ ബി ഒരു ഫുൾ